ഇപ്പോൾ നിക്ഷേപയോഗ്യമായ ഓഹരികൾ നിർദ്ദേശിക്കുന്നു ഇൻഡിറ്റേഡ് റിസർച്ച് വൈസ് പ്രസിഡന്റ് ബിനു ജോസഫ്. രാജ്യത്തെ ഫൈനാൻഷ്യൽ സെക്ടറിൽ ഈ വർഷം കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരും എന്നാണ് കരുതപ്പെടുന്നത്. LIC ഹൗസിംഗ് ഫൈനാൻസ് ഈ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ അവരുടെ ലോൺ ഗ്രോത്ത് 20%. കൂടാതെ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കഴിഞ്ഞ ക്വാർട്ടറിലെ 2.56% നിന്നും 2.75% വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഗ്രോസ് NPAയുടെ നിരക്കിൽ നേരിയ കുറവും വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ്. കൂടാതെ വരാൻ പോകുന്ന ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ ഹൗസിംഗ് മേഖലയ്ക്ക് കൂടുതൽ ഇളവുകൾ വന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഹൗസിംഗ് ഫോർ ഓൾ അറ്റ് 2022 ഈ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതിനാൽ കൂടുതൽ ടാക്സ് ഇളവുകൾ ഹൗസിംഗ് മേഖലയ്ക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. LIC ഹൗസിംഗ് ഫൈനാൻസ് അതിനാൽ തന്നെ മധ്യകാല ദീർഘകാല അടിസ്ഥാനത്തിൽ ഇനിയും കൂടുതൽ ഗ്രോത്ത് നടത്തിയേക്കും. കോട്ടക് മഹീന്ദ്ര ബാങ്ക് അവരുടെ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ സ്റ്റാൻഡ് ലോൺ ബേസിസിലെ പ്രോഫിറ്റ് 39% വർദ്ധിച്ചിരിക്കുന്നത്. ഇതൊരു വളരെ മെച്ചപ്പെട്ട ഒരു ഗ്രോത്താണ്. ഈ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഗ്രോത്തിൽ കോർപ്പറേറ്റ് ബാങ്കിങ് ഗ്രോത്തിൽ കാര്യമായിട്ടുള്ളൊരു വർധനവുണ്ട്. ഇതുകൂടാതെ വാഹന വായ്പാ രംഗത്തും അതോടൊപ്പം ചെറുകിട ഇൻഡസ്ട്രികൾക്കും കൊടുക്കുന്ന ലോണിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. കൺസ്യൂമർ ലോൺസിലും കൂടുതൽ മാർക്കറ്റ് ഷെയർ കോട്ടക് മഹീന്ദ്ര ബാങ്കിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഫൈനാൻഷ്യൽ സെക്ടറിൽ LIC ഹൗസിംഗ് ഫൈനാൻസും കോട്ടക് മഹീന്ദ്ര ബാങ്കും മീഡിയം ടു ലോങ് ടൈം ഇനിയും ഗ്രോത്ത് നൽകും. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്തകൾ ചുരുക്കത്തിൽ. വ്യാപാരികൾക്ക് വാറ്റിൽ നിന്ന് GSTയിലേക്ക് രജിസ്ട്രേഷൻ മാറ്റാൻ അടുത്ത മാസം 5 വരെ സമയം നീട്ടി നൽകി. കഴിഞ്ഞ ഞായറാഴ്ച വരെയാണ് നേരത്തെ സമയം അനുവദിച്ചിരുന്നതെങ്കിലും 47% പേർ മാത്രം GSTയിലേക്ക് മാറിയത് കണക്കിലെടുത്താണ് സമയം നീട്ടിയത്. രജിസ്റ്റർ ചെയ്തവരിൽ ഇതുവരെ താൽക്കാലിക ID കിട്ടാത്തവർക്ക് ഈ മാസം തന്നെ ലഭ്യമാക്കും. പ്രത്യക്ഷ നികുതികളിൽ കേന്ദ്ര സർക്കാർ വൻ അഴിച്ചുപണി നടത്തിയേക്കും. ബജറ്റിൽ വ്യക്തിഗത ആദായ നികുതിയിൽ നികുതിരഹിത ആദായ പരിധി 2 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷമാക്കുമെന്നും ATC പ്രകാരമുള്ള നിക്ഷേപങ്ങൾക്കുള്ള കിഴിവ് 1.5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമാക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കാർഷിക മേഖല 6%-ലധികം വളർച്ച കൈവരിക്കുമെന്ന് വിദഗ്ധർ. കർഷകരുടെ വരുമാനത്തിൽ വളർച്ചയുണ്ടാകും. ഈ വർഷം മാർച്ച് 31 അവസാനിക്കുന്ന പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയിൽ ലക്ഷ്യമിടുന്നത് 4% വളർച്ചയാണ്. തൊട്ടു മുൻപുള്ള വർഷങ്ങളിൽ കടുത്ത വരൾച്ച നേരിട്ടിരുന്നു. ഈ സാമ്പത്തിക വർഷം ലഭിച്ച മഴയും ഉൽപാദനം വർദ്ധിക്കുന്നതിന് കാരണമായി. ഡൽഹി, കൊച്ചി, ദുബായ് റൂട്ടിൽ അനുവദിച്ച എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനത്തിന്റെ സമയക്രമം തയ്യാറായി. ഫെബ്രുവരി 1-നാണ് സർവീസ് തുടങ്ങുക. ഇക്കോണമിയിൽ 40 കിലോഗ്രാമും ബിസിനസ് ക്ലാസ്സിൽ 50 കിലോഗ്രാമും ലഗേജ് അനുവദിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിന്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.മാതൃഭൂമിnews.in. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.